അതുകൊണ്ടാണ് എവിടെയും എന്തിനാ ഇവരിടക്കിടക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം, ചെയ്താലേ ഇവരെ ശൈത്താനും സമാധാനം ഉണ്ടാവുള്ളൂ, അപ്പോഴേ ശൈത്താൻ കൂടെ നിൽക്കുള്ളൂ. ചിന്തിക്കണം, ഇതൊക്കെ ആലോചിക്കണം. നമ്മളെ നാട്ടിലൊക്കെ കുടിയിൽ കെട്ടിപ്പാർക്കുന്ന ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അവര് തൊൽസമാത്തിന്റെ ആളുകളല്ല. ഏകദേശം 90% തൊൽസമാത്തിന്റെ ആളുകളല്ല. തൊൽസമാത്തിന് ഷർത്താണ് ഖറാത്ത് ചെയ്യാൻ പാടില്ല, ഹറാമ പിന്നല്ലേ, ഖറാത്ത് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ വഴിപ്പെടും, അപ്പോൾ സാലിഹാവും ശൈത്താൻ പേടിക്കും. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബലിന് ചെരുപ്പ് കൊടുത്തു. ചെരുപ്പ് കണ്ടപ്പോൾ ശൈത്താൻ ഓടി. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഓർമ്മ. സയ്യിദന ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബലിന്റെ ചെരുപ്പ് കാണിച്ചപ്പോൾ ശൈത്താൻ ഓടിയില്ലേ. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അക്കാലത്ത് ബഗ്ദാദിലുള്ള വേറൊരാളെ ചെരുപ്പാ കൊണ്ടുപോയത്. ആ ചെരുപ്പ് ശൈത്താൻ ഇങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു. ആരുടെയെങ്കിലും ചെരുപ്പ് കണ്ട് പേടിക്കുന്നവരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായിരുന്നു. ചിന്തിക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ ഹറാമ് പോയിട്ട് ഖറാത്ത് ചെയ്യാൻ പാടില്ല. തൽസമാത്തിന്റെ ആളുകൾ ഹറാമ് പോയിട്ട് ഖറാത്ത് ചെയ്യാൻ പാടില്ല. ഹറാമ് ചെയ്യുന്ന ആളുകളുണ്ട്. അത് അനുഭവിച്ചവർക്ക് അറിയാലോ, ആരും അങ്ങോട്ടോട്ട് പറയേണ്ടതില്ല. ഈ ജാതി ആളുകളടുത്തൊക്കെ പോയവരും ഉണ്ടാവും, അത് അവരിൽ നിന്നൊക്കെ ചില ദുരനുഭവങ്ങൾ ഉള്ളവരും ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട, ഒന്നും പറയണ്ട, അങ്ങോട്ട് പറയണ്ട ഇങ്ങോട്ട് പറയണ്ട. നിങ്ങൾ പുറത്തോട്ട് പറഞ്ഞിട്ടില്ല, പുറത്ത് പറയാനോട്ട് പറ്റൂല. എന്നാല് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഇക്കാലം വരെ വലിയ ആളാന്നാ വിചാരിച്ചു, വലിയ ആളല്ല. അതുകൊണ്ട് മുസ്തഫായ നബി നോക്കൂ നിങ്ങൾ, ലബീദ് ഇബ്നു അസം എന്ന തമ്മാടിയായ ജൂതനാം വലിയ തമ്മാടിയായിരുന്നു. പിന്നെ അവനെ സഹായിച്ചത് അവന്റെ ക്ഷുദ്രകളായ 2 മക്കളാണ്. തമ്മാടിച്ചുകളായിരുന്നു. വ്യഭിചാരിണികളും തമ്മാടിച്ചുകളുമായ 2 പെണ്ണുങ്ങളാണ് അതിനെ സഹായിച്ചത്. അതുകൊണ്ടാണ് കെട്ടുകളിൽ ഊതിയ പെണ്ണുങ്ങളെ തൊട്ട് എന്ന് പറഞ്ഞു. നഫാസാത്ത് പുല്ലിംഗമല്ല, സ്ത്രീ ലിംഗം ഇതിലാണ് പ്രയോഗം. നഫാസാത്ത്, നാഫിസത്ത്, നഫാസാത്ത്, നഫാസ് ഓടുന്നവൻ, നഫാസത്ത് ഓടുന്നവൾ, നഫാസാത്ത് ഓടുന്ന പെണ്ണുങ്ങൾ. എല്ലാ ഊത്തും തെറ്റൊന്നല്ല, എല്ലാ ഊത്തും തെറ്റല്ല. സാലിയായ മനുഷ്യൻ ഊതണ്ടയില്ല, നോക്കിയ പോയി. സാലിയായ മനുഷ്യന്മാർ നോക്കിയ ശീത്തം പോയി, ഒറ്റ നോട്ടം നോക്കിയാൽ ശീത്തം പോയി. അങ്ങനെയുണ്ട്. اتقوا فراسة المؤمن فإنه ينظر من نور الله عز وجل. മുഅ്മിനീങ്ങളെ കണ്ണുകളെ പേടിച്ചോളൂ. ആ കണ്ണിലൂടെ അള്ളാന്റെ പ്രകാശം ഉണ്ടായിരിക്കും. ഒരാൾ ഒരു പെണ്ണിനെ നോക്കിയിട്ട് മദീന പള്ളിയിലേക്ക് കയറി ചെന്നു. അങ്ങാടിയിൽ ഒരു പെണ്ണിനെ കണ്ടു. ഒരു യഹൂദിയ പെണ്ണിനെ കണ്ടപ്പോ ആ പെണ്ണിനെ നോക്കിപ്പോയി ഒരാൾ, പേര് പറയണ്ട, ഒരാൾ. പിന്നെ മദീന പള്ളിയിലേക്ക് കയറി ചെന്നു. അപ്പോഴുണ്ട് അവിടെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അസ്സലാമു അലൈക്കും, മര്യാദക്ക് സലാം മടക്കിയില്ല. ഖലീഫ സൂക്ഷിച്ചു ഇങ്ങനെ നോക്കി. തഖൂലുന അഹ്ലുൽ കിതാബി വസ്സുന്ന വഅലാമത്തുസ് സിന ളാഹിറത്തുൻ അലൈക്കും. ഖുർആന്റെ ഹദീസിന്റെ ആളുകളാണ് പറഞ്ഞ് നടന്നോളൂ. മുഖത്ത് സിനാന്റെ അടയാളം വെച്ചിട്ട് നടന്നോളൂ. ഇയാൾക്ക് വലിയ അത്ഭുതമായി. ഇയാൾ വേഗം ചോദിച്ചത്, അനസലൽ വഹ്യു യാ അമീറൽ മുഅ്മിനീൻ അനസലൽ വഹ്യു ബഅദ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലുമായി വഫാത്തായിട്ടും ഇവിടെ വഹ്യ് ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല, നിന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് ഉസ്മാൻ പറഞ്ഞു. ഇപ്പോ ഏതോ ഒരു പെണ്ണിനെ, നിനക്ക് അർഹതല്ലാത്തൊരു പെണ്ണിനെ നോക്കിയിട്ടാണ് വരുന്നത് എന്ന് എന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ നിന്റെ മുഖത്ത് എനിക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അതിന്റെ കണ്ണിന് പടച്ചോൻ തന്നെ ഖറാവ് മാത്രമാണ് എന്ന് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെയുണ്ട്. അപ്പൊ ഊടലുണ്ട്, നോട്ടുണ്ട്, എല്ലാം ഇതല്ല. ഇത് ചില പ്രത്യേകമായ പേര് പറഞ്ഞിട്ട്, ചില ക്ഷുദ്ര ദേവതകളുടെയും മറ്റൊക്കെ പേര് പറഞ്ഞിട്ട് കെട്ടുകളിലൂടെ അങ്ങനെ 11 കെട്ടുകൾ വെച്ചിരുന്നു. എന്ന കുളത്തിന്റെ അടിയിലെ കല്ലിന്റെ അടിയിൽ സൂക്ഷിച്ചിരുന്നു. 2 ക്ഷുദ്രകളായ പെണ്ണുങ്ങളാണ് അതിനെ സഹായിച്ചത്. ഏറ്റവും വലിയ മാരണം ചെയ്ത ലബീദ് ഇബ്നു അസം എന്ന ജൂതനാ ലഅനത്തുല്ലാഹി അലൈഹി ഒക്കെ നടന്നിട്ടുണ്ട്. ഇല്ല എന്ന് പറയരുത്. ഒക്കെ സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പൂങ്കുലകൾ കെട്ടുകെട്ടിയത് കൊണ്ടുവന്ന് മുസ്തഫ നബിയുടെ അരികിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ്
നസല റൂഹുൽ അമീൻ മലക്ക് ജിബ്രായീൽ ബിൽ മുഅവ്വിദതൈനി, രണ്ട് സൂറത്തുമായി മഹാനായ സയ്യിദുനാ ജിബ്രീൽ ഇറങ്ങിയത്. രണ്ട് സൂറത്തും കൊണ്ട് കൂടെ ഇറങ്ങി. ചരിത്രത്തിൽ ഇന്ന് വരെ രണ്ട് സൂറത്ത് ഒപ്പം ഇറങ്ങിയ സംഭവമില്ല. ഒറ്റ സംഭവത്തില റസൂലുള്ളാഹിക്കുണ്ടായ സിഹ്ർ ബാത്തിലാക്കാൻ വേണ്ടിയാണ് ആ സൂറത്ത് ഇറങ്ങിയത്. അതിൽ 11 ആയത്താണ്, ഇതിൽ 11 കെട്ടാണ്. സൂറത്തുൽ ഫലഖ് 5 ആയത്ത്, സൂറത്തുൻ നാസ് 6 ആയത്ത്. 5ഉം 6ഉം 11. സൂറ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാഥാത്തി ഫിൽ ഉഖദ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. പിന്നെ 5 ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരി വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിൻ ജിന്നതി വനാസ്. ശ്രദ്ധിക്കുക, ഒരു മേമ്പൊടി. ഈ രണ്ട് സൂറത്തും ദായിമാക്കുന്ന ആളുകൾക്ക് സിഹ്ർ ബാധിക്കില്ല. ഒരുമാതിരി സിഹ്ർ അവർക്ക് ബാധിക്കില്ല. ഇത് ദായിമാക്കിയമായി. ഒന്ന് കാറ്റടിച്ചാൽ പോലും ഇത് ഓടണമെന്ന് പുണ്യനബി ഉഖ്ബത്ത് ഇബ്നു ആമിറും പുണ്യനബിയും കൂടി യാത്ര പോവാണ്. കാറ്റടിച്ചു. വേഗം വേഗം കാവലിനെ തേടിക്കോ. കാറ്റൊന്ന് ഉഷാറായി അടിച്ചാൽ പോലും ഈ രണ്ട് സൂറത്ത് ഓതണം. ഏത് സിഹ്റിൽ നിന്നുള്ള ഫസ്റ്റ് എയ്ഡ് പ്രൊട്ടക്ഷൻ ഇതാണ്. ഏത്? സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. അതുവരെ ഹബീബായ റസൂലുള്ളാഹി വൈകുന്നേരമായാൽ ഹസൻ ഹുസൈനെ അരികിൽ വിളിച്ച് തലയിൽ മന്ത്രിച്ചു കൊടുത്തിരുന്നു. ഏത് മന്ത്രിച്ചിരുന്നു? അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്ന് മന്ത്രിച്ചിരുന്നു. ഈ രണ്ട് സൂറത്ത് ഇറങ്ങിയപ്പോൾ പിന്നെ ഈ രണ്ട് സൂറത്ത് മന്ത്രിച്ചു. ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. മഗ്രിബായാൽ മഗ്രിബിന് ശേഷം കുട്ടികളെ തലേ കൂടെ മന്ത്രിച്ചു കൊടുക്കണം. സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ കുട്ടികളെ പുറത്തിറക്കരുത്, ശൈത്താനിയത്ത് വരുമെന്ന് ഉറപ്പ് ഹബീബായ നബി പറഞ്ഞതാണ്. ഹബീബായ നബി പറഞ്ഞതാ, ശ്രദ്ധിക്കണം. വൈകുന്നേരമായ കുട്ടികളെ കൊണ്ട് മോട്ടോർ സൈക്കിളിൽ കയറുക, അങ്ങനെ നാട്ടിൽ കൂടെ പോവുക. ഈ കുട്ടിയെ ശൈത്താൻ ആക്രമിക്കുമെന്ന കാര്യം ഉറപ്പാ. ആര് പറഞ്ഞു? മുഹമ്മദ് നബി. എവിടെയുണ്ട്? സ്വഹീഹുൽ ബുഖാരി. മനുഷ്യന്മാരെ ഇശാ മഗ്രിബിന്റെ ഇടയിൽ കുട്ടികളെ പുറത്തിറക്കരുത്. ഫഖ്തഫൂ സുബിയാനക്കും, കുട്ടികളെ വീട്ടിന്റെ ഉള്ളിൽ തടഞ്ഞു വെക്കണം. സിറ്റ് ഔട്ടിലേക്ക് വരും കൊണ്ടുവരാൻ പാടില്ല. മനസ്സിലായില്ല? വീട്ടിലെ സിറ്റ് ഔട്ട് ഉണ്ടല്ലോ, അങ്ങോട്ട് വരും കൊണ്ടുവരാൻ പാടില്ല. വീട്ടിന്റെ അകത്തളത്തിൽ കുട്ടികളെ ഒതുക്കി നിർത്തണം. വഹ്ബിസു മവാശിയക്കും, ആട് മാടുകളെ നിങ്ങൾ ആ നേരത്ത് കെട്ടിയിടണമേ എന്ന് റസൂലുള്ളാഹി. ആ നേരത്തെ ആടുമാടുകളെ കെട്ടിയിടണം എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു. അപ്പൊ ഇതിനൊക്കെ ഓരോന്നിനും ഓരോ കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കണം. ഈ സൂറത്തോടുക, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുക. ഈ 3 ഖുൽ ഹുവല്ലാഹു അഹദ്, 3 ഫലഖ്, 3 നാസ് എന്നും ദായിമാക്കുക. ഇത് സുബഹിന്റെ ശേഷം ദായിമാക്കുക. എന്നാൽ ഒരുമാതിരി സിഹ്റൊന്നും തലയിൽ കയറൂല. അല്ലാഹു കാക്കട്ടെ. ശ്രദ്ധിക്കുക. ചില മരുന്നുകൾ ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ്. ഇത് എന്നും ചെയ്യേണ്ട മരുന്നാണ്. അതേപോലെ തന്നെ ഉറങ്ങുന്നതിന്റെ മുമ്പും രണ്ട് കൈനെ കൂട്ടിപ്പിടിക്കും മുസ്തഫ റസൂലുള്ളാഹി. എന്നിട്ടോ ഈ 3 സൂറത്തോതിൽ പതിവായിരുന്നു. ഓരോ തവണ. മഗ്രിബിനും മറ്റൊരു വ്യത്യാസമുണ്ട്. മനസ്സിലായില്ല? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യാസം. മഗ്രിബിന് 3 ഖുൽ ഹുവല്ലാഹു അഹദ്, 3 ഫലഖ്, 3 നാസ് ഒന്നിച്ച്. എങ്ങനെ 3 ഖുൽ ഹുവല്ലാഹു അഹദ്, പിന്നെ 3 ഫലഖ്, 3 നാസ്. അതിനൊക്കെ കൂടെ ഫാത്തിഹ ഓതണം കേട്ടോ. ഫാത്തിഹയെ പറ്റി പ്രത്യേകം പറയേണ്ടതില്ല, എവിടെയും പറയൂല. ഏത് കാര്യത്തിന്റെയും താക്കോലില്ലാതെ റൂം കയറില്ലല്ലോ. ഏത് കാര്യത്തിനും താക്കോലാണ് എന്ത്? ഫാത്തിഹ. ഫാത്തിഹയെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഫാത്തിഹയുടെ പ്രത്യേകത, ഫാത്തിഹ എന്നാൽ സൂറത്തുൻ ബക അലൈഹാ ഇബ്ലീസ്. ആ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞു പോയി. ഒരൊറ്റ സൂറത്തിലാണ് ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞത്. ഫാത്തിഹ ഇറങ്ങിയപ്പോൾ ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞു പോയി. ഇബ്ലീസ് പൊട്ടി അങ്ങോട്ട് കരഞ്ഞു ഫാത്തിഹ ഇറങ്ങിയപ്പോൾ. വഖദ് ഉൻസില നബി മറത്തൈനി, അത് 2 വട്ടം പുണ്യനബിക്ക് ഇറങ്ങിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട അഭിപ്രായ പ്രകാരം റജബ് 27ന്റെ പകലിലാണ് ആദ്യമായി ഫാത്തിഹ ഇറങ്ങിയത്. ശ്രദ്ധിക്കുക, ആദ്യമായി ഫാത്തിഹ ഇറങ്ങിയത്. ഫാത്തിഹയുടെ പേര് സൂറത്തു സ്വലാ. നിസ്കാരത്തിന്റെ സൂറത്ത് എന്നതിന് പേരുണ്ട്, സൂറത്തു സ്വലാ എന്ന് പേരുണ്ട്. നിസ്കാരം നിർബന്ധമാക്കിയത് റജബ് 27ന്റെ രാത്രി. ഫാത്തിഹ ഇറങ്ങിയത് റജബ് 27ന്റെ പകല്. ളുഹറിന്റെ നേരത്തെ ഇറങ്ങി. നസല ബിഹാ റൂഹുൽ അമീൻ ജിബ്രായീൽ ഫബകാ അലൈഹാ ഇബ്ലീസ്. അപ്പോൾ ഇബ്ലീസ് കരഞ്ഞു പോയി.
2 തവണ ഫാത്തിഹ ഇറങ്ങിയിട്ടുണ്ട് പുണ്യനബിക്ക്. ഒന്ന് ആദ്യമായി നിസ്കാരം ഫർളാക്കിയപ്പോൾ, പിന്നൊന്ന് വലമ്മ ഹുവ്വിലത്തിൽ ഖിബ്ലത്തു ഇലൽ കഅബത്തി